എല്ലാവർക്കും ഇന്നർ ഫെയർനെസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കുറേ നാളായി വീഡിയോസിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ഗ്രാഫിയ എന്താണെന്ന് വിശദമായി നോക്കി. അപ്പം ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടൈപ്സിൽ നെക്സ്റ്റ് വരുന്നത് ഡിസ്കാൽക്കുലിയാണ്. അപ്പം നമുക്കിന്ന് ഡിസ്കാൽക്കുലിയ ഡിസ്കസ് ചെയ്യാം. അപ്പം ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് കാൽക്കുലിയ എന്നൊക്കെ കിടക്കുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് കണക്കിൻ്റെ പല ടേംസും നമ്പേഴ്സും ഒന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല. ബാക്കി ലാംഗ്വേജസിലാവാൻ പക്കയായിരിക്കും, ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഓക്കെ ആയിരിക്കും. പക്ഷേ കണക്ക് വരുമ്പോൾ പൊതുവെ പുറകോട്ട് പോകും. കണക്കിൽ പൊതുവെ എല്ലാ കുട്ടികളും പുറകോട്ടാണ്. പൊതുവെ എല്ലാ കുട്ടികൾക്കും പാടായിട്ടുള്ള സബ്ജക്റ്റാണ് കണക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടല്ല. ഇത് സബ്ജക്റ്റ് ബേസിൽ നമുക്ക് ആ നമ്പേഴ്സ് പോലും കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അതായത് അവരതൊരുമാതിരി ഡാൻസിങ് ലെറ്റേഴ്സ് പോലെയൊക്കെ കാണും. അങ്ങനെയും വരാം. അപ്പം പല കുട്ടികളും, ഞാൻ ഡിസ്ഗ്രാഫിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ കാണുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രതയും പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും. ചില കുട്ടികൾ ലെറ്റേഴ്സ് തലതിരിച്ച് കാണാറുണ്ട്. മിറർ വ്യൂവിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ കുട്ടികൾ എഴുതുന്നത് ആ രീതിയിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് സംഖ്യാപരമായ പല ബുദ്ധിമുട്ടുകളും കാണും. അതായത് കണക്കിൽ പല ജോലികൾ ചെയ്യുമ്പോഴും, അതായത് പാചകം, ഇപ്പോൾ കുട്ടികൾ പാചകം ചെയ്യുന്നില്ല, ഇച്ചിരി വലുതാകുമ്പോഴായാലും നമ്മൾ പാചകം ചെയ്യുമ്പോഴായാലും കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോഴായാലും ഷോപ്പിംഗ് ചെയ്യുമ്പോഴായാലും ഒക്കെ നമുക്ക് എന്താവശ്യമുണ്ട്? കണക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതായത് ദൈനംദിന പ്രവർത്തികൾക്ക്, അതായത് കറക്റ്റ് സമയത്ത് ഒരു കൃത്യനിഷ്ഠ പാലിക്കത്തില്ല. കാരണം എന്താ, ഈവൻ സമയം നോക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈനംദിനമായ കാര്യങ്ങളിൽ തന്നെ കുട്ടിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ പറയുകയാണെങ്കിൽ കൂട്ടാൻ, ഇപ്പം പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, ഇതിൻ്റെയൊക്കെ സിമ്പിൾ അവർക്ക് മനസ്സിലാവില്ല. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്പർ എക്സാമ്പിൾ 3 എന്ന് എടുത്തോ. അപ്പം ഈ 3 എന്നുള്ള നമ്പർ 3 അല്ലെങ്കിൽ 3 എന്നുള്ള വേർഡ് ആയിട്ട് ഈക്വൽ ആണെന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ 3 മാത്രമല്ല, ഇപ്പോൾ 5 എടുക്കുകയാണെങ്കിലും 5 എന്നുള്ള അക്കം, ആ 5 എന്നുള്ള, അതായത് 5 എന്നുള്ള ആ വാക്കും ഒന്നാണെന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ അറിവ്, അതായത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നമ്മുടെ ബേസിക് ആയിട്ട് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അറിവേ കാണും മാത്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നീട് വരുന്ന അവർക്ക് ആകൃതി, അതായത് സ്ക്വയർ ഏതാ, സർക്കിൾ ഏതാ, അതേപോലെ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഓർഡർ ചെയ്യാൻ പറയും. അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏതാ വലുത്, അപ്പോൾ അതിൻ്റെ വലുത്, അതിന് ചെറുതേതാ, അതിൻ്റെ ചെറുതേതാ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അതായത് ആരോഹണ ക്രമം, അവരോഹണ ക്രമം, ഇതൊന്നും ആ രീതിയിൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഫോൺ കോൾ, നമുക്ക് നമ്പർ ഡയൽ ചെയ്യാൻ പറ്റില്ല. നമ്പർ ഓർക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അങ്ങനെ അത് ഡയൽ ചെയ്യുന്നത്. പിന്നെ ദിക്കുകൾ അറിയാൻ പറ്റില്ല, അതായത് അത് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഡയറക്ഷൻ അറിയാൻ പറ്റില്ല. പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഗ്രാഫുകൾ, ചാർട്ടുകൾ, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ നമ്പർ പറയുമ്പോൾ അത് എഴുതി കാണിക്കാതെ വിരൽ കൊണ്ട് കാണിക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട്. ഇപ്പം 1 കൂട്ടാൻ പറയുമ്പോൾ അത് 1ൻ്റെ കൂടെ 1 ചേരുമ്പോൾ 2 എന്ന് 1 ചേർത്ത് വെക്കുന്ന ആ ഒരു ലോജിക്ക് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഡിസ്കാൽക്കുലിയയുടെ പൊതുവായുള്ള ലക്ഷണങ്ങൾ. അപ്പം ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്കിത് ഡിസ്കാൽക്കുലിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം ഇതിൻ്റെ പരിഹാരങ്ങളും അടുത്ത ലേണിംഗ് ഡിസബിലിറ്റി ടൈപ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നർ ഫെയർ വെൽനെസ്. താങ്ക് യു.